കവിത മലയാളത്തിന് 100-100, ഇംഗ്ലീഷിൽ 100-100, കണക്കിൽ 100-100, സയൻസിൽ 100-100, ഹിസ്റ്ററിക്ക് 100-100, 500-500. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. നീ നന്നായി വരുമ്പോൾ 200 രൂപയും കൂടി ഇട്ട് തരാൻ പാടില്ല. നന്നായിട്ടല്ലേ ഞാൻ കമ്പനി തരുന്നത്. എല്ലാ പൊസിഷനും ഓക്കെ അല്ലേ? പിന്നെ 500 തന്നാൽ എന്താ? അസുഖം ഭേദമായി അച്ഛാ? ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. അമ്മേ ദാ വരുന്നു കവിതേ. അമ്മേ എന്നമ്മ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കിയും കണ്ട് ചെലവ് ചെയ്യണേ. ശരി. ഇന്നത്തെ കളക്ഷൻ കുഴപ്പമില്ലായിരുന്നു. അയ്യോ, എന്താ മോളെ ഇത്? എന്താ ഇങ്ങനെ മാന്തി പറിച്ചിരിക്കുന്നേ? അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? വരുന്നവന്മാരൊക്കെ മനുഷ്യനാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവന്മാർക്കും മൃഗത്തിന്റെ സ്വഭാവമാണല്ലോ. അയ്യോ എന്റെ മോളെ, കുറച്ച് മരുന്നിട്ടതോ അമ്മ? ശരി മോളെ. എന്നാ ഈ പൈസ വെച്ചോ, എന്നിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. ശരി മോളെ, ഞാൻ നിനക്ക് പെരട്ട മരുന്ന് കൊണ്ടുവരാം. എടോ, എന്റെ മരുമകന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റൂല. അവൻ ചൂടുവെള്ളം കാലി വീഴുന്നത് പോലെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ തനിക്ക്? സൂക്ഷിച്ച് മര്യാദക്ക് പോകാൻ നോക്ക്. പോയിട്ട് ഉടനെ ഫോൺ ചെയ്യണം. ഒന്ന് പോന്നേ. എടാ സൂക്ഷിച്ചുകൊണ്ടോ. ആ ചേട്ടാ, ഞാൻ ലോഡ് കയറ്റിയിട്ട് സേലം വഴി അങ്ങ് കോയമ്പത്തൂർക്ക് പോവാ. അത് വഴി കുറച്ച് നീ എന്റെ അടുത്ത് പറയുന്ന കളി എന്റെ മരുമന്റെ അടുത്തൊന്ന് പറയൂ. എടാ അങ്ങോട്ട് പിന്നല്ലത് ചേട്ടാ. 5 ചാക്ക്. ആ 3 ലോഡിന്റെ ബില്ലടിച്ചില്ലേ? ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ആ പെട്ടെന്ന് ചെയ്. ഓ, അപ്പോഴേക്കും തുടങ്ങിയോ നിന്റെ ഡൈനിങ് ഐറ്റംസ്? എന്താ അത്? എപ്പം നോക്കിയാലും പൊതിയും കെട്ടി വെച്ചേക്കും. നിനക്ക് നിർത്താറായില്ലേ? ആ ചേട്ടാ, നിങ്ങളുടെ മരുമോൻ എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിച്ചു കൊടുക്ക്. ഇത് എപ്പോഴും ഇങ്ങനെ പൊതി ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാ? മോനെ, എൻ്റെ പരിചയത്തിൽ നല്ല പഠിപ്പുള്ള സുന്ദരിയായൊരു പെങ്കൊച്ചുണ്ട്. ഒന്ന് ആലോചിക്കട്ടെ. ശരി ശരി, ഇതൊക്കെ ആരോട് പറയാനാ? ഒന്നും പറ്റില്ല, നീ ഒന്ന് പ്രേമിച്ചെങ്കിൽ കല്യാണം കഴിക്കടാ. പ്രായം ഇങ്ങനെ കൂടി കൂടി പോവല്ലേ? നോക്ക് പാണ്ടി, നീ കാണുന്ന ഹോട്ടലിലെല്ലാം കയറി കാപ്പ് കുടിക്കുന്നവനാ. എന്നാ എന്റെ മരുമോനോ ഇഷ്ടപ്പെട്ടാലും വിശന്നാ മാത്രമേ കഴിക്കുള്ളൂ. അതാ എന്തിനാന്ന് ചോദിച്ചേ. ചേട്ടാ, ഈ പ്രായത്തിലല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിക്കേണ്ടത്. വാരി കൊടുത്താ ബേന്ന് ഛർദിക്കും. അതേ ബാല, വറുത്ത മീനും പൊരിച്ച കോഴിയും വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വീട്ടിലേക്കൊന്ന് ഇറങ്ങുന്നോ? നിങ്ങളുടെ ജോലി എന്താ വെച്ചാൽ അത് ചെയ്യ്. ജോലി നോക്കാനല്ലേ വിളിക്കുന്നേ? എന്റെ പൊന്നു പെങ്ങളെ, അവന് ഫ്രഷ് ആയി കൊടുത്താൽ പോലും കഴിക്കില്ല. പിന്നെയല്ലേ നിന്റെ കെട്ടിയോൻ തിന്നെ ബാക്കി തിന്നാൻ വരുന്നത്. നീ ചെല്ല് ചെല്ല് ചെല്ല്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ലോഡൊക്കെ കയറ്റില്ലേ? എന്നാ പോവാൻ നോക്കിയേ. ബാലാ, വണ്ടിക്ക് ലോഡ് കറക്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ നിനക്ക് ഇതുവരെ ലോഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല. ചേട്ടാ, പോയിട്ട് വരാം. ബാല, ഞാൻ ആ കാശിക്കട വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ വേറെ സ്ഥലത്തേക്കാണ് പോകണമെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് പോണേ. ആ നിക്ക്, ഞാൻ ആ വഴിക്ക് തന്നെ പോന്ന്. ഞാനും കൂടെ വരാം. എനിക്ക് ബാങ്കിലേക്ക് ഒന്ന് പോകണം. ചിറ്റപ്പൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ലോറി മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? ലോണൊക്കെ എടുത്ത് ചെയ്യുന്നത് വളരെ റിസ്ക് ആണ്. എന്താണെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്തോ. ലോറിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും വണ്ടി പഞ്ചറായി. ആഹാ, ടയർ പഞ്ചറായല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞു. ഇത് പറഞ്ഞു തന്നെ വീണ്ടും പറയപ്പോ കാര്യമുണ്ടോ? എനിക്ക് വേറെ സമയം, എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അല്ല, പഞ്ചറയ്ക്കാനുള്ള കാശുണ്ടോ? കാശില്ലെങ്കിൽ ഉരുട്ടിട്ട് പോ. എടാ ഞാനൊന്ന് പറയട്ടെ. ഇത് പഞ്ചറടയ്ക്കാനുള്ള കാശ് തരാൻ പറ്റില്ലല്ലേ? ഞാനൊരു ലോറി മേടിച്ച് കാണിച്ചു തരാൻ തന്നെ. ഒന്ന് വേഗം കേറി. കേറുന്നതിന് മുമ്പ് ഓ, ഭാഗ്യം തന്നെ ഇരിക്കാൻ നമുക്ക് സീറ്റ് കിട്ടിയല്ലേ. നോക്കി 4 കീറിക്കളയല്ലേ കേട്ടോ. ഗാന്ധിനഗർ. ഇതാ ഇത് കണ്ടില്ലേ ആ കൊച്ചിനെ അവൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്? വൃത്തിയിട്ടവന്മാര് വെറുതെ നിൽക്കുന്നുണ്ടോ നോക്ക്. എന്നെ ഇങ്ങനെ തന്നെ അവനൊക്കെ ചെയ്തത്. നല്ലോണം കൊടുക്കണം ഇവനൊക്കെ. എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവൻ? പെമ്പിള്ളേര് പിന്നെ എങ്ങനെ യാത്ര ചെയ്യും ഇങ്ങനെയൊക്കെ കാണിച്ചാ? നീ മുമ്പോട്ട് മാറി നിൽക്കുക.
അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. അതുവരെ എത്രയും അമർത്താൻ പറ്റുമോ അമർത്തിക്കും. ആൾ ഉഷാറാണല്ലോ. ഹലോ, അവനെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായി. എന്താടി മഞ്ജുളേ, എന്താച്ചി? ടോർച്ച് ലൈറ്റ് ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. വരുന്നവന്മാരെല്ലാം കടം പറഞ്ഞിട്ട് പോവുക. അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചി ഇപ്പൊ കാണാൻ വന്നത്. ഈ പ്രായത്തിലും KPR നല്ല തിളക്കം ഉണ്ടല്ലോ. മൈനറേ, ഈ ജോലിക്കേ ചുമരിന് നല്ല തിളക്കമുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ വരുള്ളൂ. നീയും അങ്ങനെ തന്നെയല്ലേ വന്നത്? അതെ, മൈനർ ആയിരുന്നു. എല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ട് ഇപ്പൊ ഈ സ്ഥിതിയിലായി. ചേച്ചി, ആ എന്താടാ, എന്താ കാര്യം? സരളയുടെ അടുത്ത് പുതിയ 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വിളിച്ചോണ്ടിരട്ടെ? എടാ, അവന്റെ അടുത്ത് എല്ലാം മെലിഞ്ഞ് ഈർക്കിലി പോലെയുള്ളതൊക്കെ ഉണ്ടാവൂ. ആ ഗോവിന്ദന്റെ അടുത്ത് 2 ഉരുപ്പടിയുണ്ട്, അവിടെ ചെന്ന് കൊണ്ടുപോവാ. അവന്റെ അടുത്ത് പോയി വിളിച്ചോണ്ടിരുന്നതിൽ ഭേദം പോയി നീ കണ്ടി എന്താടി ചടന്നതാ. കാണിക്കുന്നെ? നല്ലോണം വെച്ച് അമർത്തി തേക്ക്. ചേച്ചി, നമ്മുടെ മേനോൻ സാറിന് റോജ അയക്കട്ടെ. രാവിലെ എത്തിയതേ ഉള്ളടാ, ഭയങ്കര ടയേർഡായിരിക്കും. നർമ്മദയെ വിളിച്ചോണ്ട് പോകും. ചേച്ചി, നർമ്മദ വീട്ടിൽ നിന്ന് പുറത്താ. അവള് പുറത്താണോ? നർമ്മദേ, ചേച്ചി 22 ദിവസമേ ആയിട്ടുള്ളൂ. എന്നോട് തന്നെ നീ നുണ പറയാ? നിന്റെ ഒരുത്തിയുടെ കണക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാത്തിന്റെയും കണക്ക് എനിക്കറിയാം. എടാ, ആ വണ്ടി വന്നെന്ന് തോന്നുന്നു. ഇവിടെ വേറെ പാർട്ടിയുടെ ശരി ചേച്ചി, അടുത്തേക്ക് അയക്കാം. ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് വാ. നല്ലോണം കമ്പനി കൊടുക്കണം. ഈ KPRന് നല്ല പേര് വാങ്ങിച്ചു തരണം, കേട്ടല്ലോ? അപ്പോഴേ 4 കസ്റ്റമർ നമ്മളെ തേടി വരുള്ളൂ. ഒരു പെണ്ണ് ഭർത്താവിന്റെ അടുത്ത് കിടക്കുന്നത് വേറെ, കസ്റ്റമറിന്റെ അടുത്ത് കിടക്കുന്നത് വേറെ. മനസ്സിലായി കാണുമല്ലോ? നല്ല ഉപദേശമാണല്ലോ കൊടുക്കുന്നത്. ഭർത്താവിനെ പോലെ ഈസി ആയിട്ട് പറ്റിക്കാം. പക്ഷെ പൈസ കൊടുക്കുന്നവനെ പറ്റിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവൻ വെറുതെ വിടുവോ? പോ, സൂക്ഷിച്ചു പോ. ചേച്ചി വാണി, ചേച്ചി. ഒന്ന് നിന്നേ. ചേച്ചി 2 പേര് പകുതി ദിവസം എന്നാ പറഞ്ഞത്. ചെന്നപ്പോ 3 പേരുണ്ട്. ഒരു ദിവസം മുഴുവനുണ്ടായിട്ട് വെറും 1000 രൂപ. മൈനറേ, എന്ത് പാർട്ടിയാണോ കൊണ്ടുവന്നേ? നമ്പർ അറിയാലോ? ആദ്യം ഫോൺ വിളിക്ക്. ഹലോ, ഇങ്ങ തന്നെ. എന്താടോ, 1000 രൂപയെ കൊടുക്കുള്ളൂ? ബാക്കി പൈസക്ക് തന്റെ അമ്മ ചേച്ചി മര്യാദക്ക് കൊടുത്തയക്കണം. ഓ, ചെന്ന് ബാക്കി കാശ് വാങ്ങിച്ചോണ്ട് വാ. പെണ്ണുങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നല്ലോ. ഇവന്മാരൊക്കെ എന്ത് ഗോദാവരി, ചെയ്യാനാ? അവക്ക് കൊടുക്കാനുള്ളത് കൊടുത്തയച്ചേക്ക്. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലേ 4 പേര് നമ്മളെ തേടി വരുള്ളൂ. കൂടെ പോ. ശരി ചേച്ചി. മോള് സ്കൂളിലേക്ക് പോയോ? ആ പോയി. ബസ്സിന് കാശ് ചോദിച്ചില്ലേ? ഞാൻ മറന്നുപോയി. ശരി മോളെ. ചില്ലറ ദാ, ഞാൻ പുറപ്പെടാം. ഇതിൽ 10 പെട്ടി ആന്ധ്രയ്ക്ക് അയക്കണം, Okay, sir. 10 പെട്ടി തമിഴ്നാട്ടിലേക്ക് അയക്കണം. sir. നമ്മുടെ കമ്പനി പേരിൽ ബില്ലടിക്കണം. ശരി സാർ. ബില്ല് ഡൊനേഷൻ പറ എൻ്റെ അടുത്ത്. ഓക്കെ? ഓക്കെ സാർ. ഏയ്, ഇങ്ങോട്ട് തിരിച്ചേ. ഇങ്ങനെയാണോ സാറേ? ആ, അങ്ങനെ വെച്ചോ. എന്തുവാടേ ഇത്? അത് തന്നെ. അതൊന്ന് വെച്ചാൽ എന്തുവാ? ഇവൻ പ്രേമത്തിലാണെന്ന്. എങ്ങനെയാ നീ പറയുന്നേ? അതൊക്കെ
ചെന്നൊരു ബൾബ് എടുത്തിട്ട് വാ. ഏത്? ഒരു ബൾബ് എടുത്തിട്ട് വരാൻ. ഓ അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവൻ എവിടെയോ പോയി കൊളുത്തിയിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെയാ പറയാൻ കഴിയാ? അല്ലേ കറണ്ടില്ലാതെ ബൾബ് കത്തിയത്. ബാല, നമ്മളിങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നീ ആളെവിടെയാണെന്നൊന്ന് കാണിച്ചതാ. ഏത് നടക്കോ നടക്കില്ലെന്ന് നമുക്ക് നോക്കടാ. നിനക്ക് തന്നെ വിശ്വാസമില്ലേ? അല്ല, അവൾ എവിടെയുള്ളതാണെന്ന് പറഞ്ഞില്ല. ബാല, അവന്റെ അടുത്ത് പെണ്ണാരത്ത് കാണിക്കടാ. കാര്യം അവൻ തീർത്തു തരുന്നേ. മാമ, നമ്മുടെ ഗാന്ധിനഗറിന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടെ കൃത്യം ഒരു 11 മണിക്ക് വരും. ഇപ്പൊ മനസ്സിലായടാ. ദിവസവും ബാങ്കിലേക്കാന്നും പറഞ്ഞ് നീ അവളുടെ പറയായിരുന്നു അല്ലേ? അവന്റെ ഒരു നാണം കണ്ടോ? അതൊക്കെ വീട് ചേട്ടാ. നീ എന്റെ കൂടെ വാ, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എടാ, അവന് മാത്രം കറക്റ്റ് ചെയ്താ മതി. പിന്നെ ഫീസ് അടിച്ചു പോയെന്നാ തോന്നുന്നു. സത്യേട്ടാ, കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ചെയ്തില്ലേ? ഒന്നും പെൻഡിങ്ങിലില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ദാ ഇതിരിക്കട്ടെ. വേണ്ട, ഇതൊന്നും ഞങ്ങൾ ഇവിടെ വാങ്ങിക്കാറില്ല. ഇതാ ഈ നമ്പർ വെച്ചോ. അവരെന്താ നല്ല കമ്പനി തരാം. വേഗം വന്നേ. അല്ല, കൈയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. നിങ്ങൾ ചെല്ലേ, അവര് വരും. ഇങ്ങനെ കണ്ടവളോടൊക്കെ സംസാരിച്ചിട്ടാ കയ്യിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നത്. മറ്റേ കയ്യിലും കൂടി ബാൻഡേജ് ഇടണോ? ചെല്ല്, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ നന്നാവുകയായിരുന്നു.